അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാമിലെ ഫസ്റ്റ് പാർട്ടിലെ രണ്ടാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അദ്ദർസുസ്സാനി, രണ്ടാമത്തെ പാഠം, ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. നമുക്കപ്പോൾ ഈ പാഠം ഒന്ന് വായിച്ചു നോക്കാം. ആയിഷ ഉണ്ടാക്കിയ ചാർട്ട് വളരെ നന്നായിട്ടുണ്ട്. ഇത് ക്ലാസ് റൂമിൽ തൂക്കിയിടണം. ഉസ്താദ് അവളെ അനുമോദിച്ചു. ബാറക്കല്ലാഹു ഫീക്. വിദ്യാർത്ഥികളെല്ലാവരും ചാർട്ടിലേക്ക് അത്ഭുതത്തോടെ നോക്കി. വിവിധ കളർ നൽകി കോളങ്ങളാക്കി തിരിച്ച് ഭംഗിയായി തയ്യാറാക്കിയിരിക്കുന്നു. ആയിഷ അങ്ങനെ എന്താണ് ആ ചാർട്ടിൽ എഴുതിയത്? അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചെറിയ അശ്വതിയുള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ: 1 നിസ്കാരം, 2 തവാഫ്, 3 സുജൂദ്, 4 ജുമാ ഖുത്ബ, 5 മുസ്ഹഫ് തൊടൽ, 6 മുസ്ഹഫ് എടുക്കൽ. അടുത്തത് ജനാബത്തുള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ: 1 നിസ്കാരം, 2 തവാഫ്, 3 സുജൂദ്, 4 ജുമാ ഖുത്ബ, 5 മുസ്ഹഫ് തൊടൽ, 6 മുസ്ഹഫ് എടുക്കൽ. 7 ഖുർആൻ പാരായണം, 8 മസ്ജിദിൽ നിലകൊള്ളുക. ഇപ്പുറത്ത് നോക്കൂ. ഹൈല നിഫാസ് ഉള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ: 1 നിസ്കാരം, 2 തവാഫ്, 3 സുജൂദ്, 4 മുസ്ഹഫ് തൊടൽ, 8 മുസ്ഹഫ് എടുക്കൽ, 6 ഖുർആൻ പാരായണം, 7 നോമ്പ്. അടുത്ത പേജ് നോക്കൂ. ഉസ്താദ് പറഞ്ഞു, ഇതുപോലെ എല്ലാവരും എഴുതി തയ്യാറാക്കണം. ശരിയായി പഠിക്കുകയും വേണം. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഉളു ചെയ്യണമെന്ന് നാം പഠിച്ചിട്ടുണ്ട്. ഇന്ദ്രിയം സ്ഖലിക്കുക, സംഭോഗം ചെയ്യുക, ഹൈൽ ഉണ്ടാവുക, നിഫാസ് ഉണ്ടാവുക എന്നീ കാര്യങ്ങൾ ഉണ്ടായാൽ വലിയ അശുദ്ധി ഉണ്ടാവും. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു എന്ന നിയ്യത്തോടെ ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും വെള്ളം ഒഴുക്കലാണ് ശർഈയായ കുളി. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലായില്ലേ? പാഠം നല്ലവണ്ണം ആവർത്തിച്ച് വായിക്കുക. ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വഇൻ കുൻതും ജുനുബൻ ഫത്തഹ്ഹറൂ. അതിന്റെ അർത്ഥം, നിങ്ങൾ ജനാബത്തുകാരായാൽ ശുദ്ധിയാവണം. നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നുജീബ്. 1 ചെറിയ അശ്വതിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം: നിസ്കാരം, തവാഫ്, സുജൂദ്, ജുമാ ഖുത്ബ, മുസ്ഹഫ് തൊടൽ, മുസ്ഹഫ് എടുക്കൽ തുടങ്ങിയവ. രണ്ടാമത്തെ ചോദ്യം: ജനാബത്തുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം: നിസ്കാരം, തവാഫ്, സുജൂദ്, ജുമാ ഖുത്ബ, മുസ്ഹഫ് തൊടൽ, മുസ്ഹഫ് എടുക്കൽ, ഖുർആൻ പാരായണം, മസ്ജിദിൽ നിലകൊള്ളുക തുടങ്ങിയവ. 3 ഹൈൽ നിഫാസ് ഉള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം: നിസ്കാരം, തവാഫ്, സുജൂദ്, മുസ്ഹഫ് തൊടൽ, മുസ്ഹഫ് എടുക്കൽ, ഖുർആൻ പാരായണം, നോമ്പ് തുടങ്ങിയവ. 4 കുളിയുടെ നിയ്യത്ത് എഴുതുക. ഉത്തരം: വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു. 5 കുളിക്കുമ്പോൾ എവിടെയെല്ലാം വെള്ളം ഒഴുക്കണം? ഉത്തരം: ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും വെള്ളം ഒഴുക്കണം. 6 ആരാണ് വലിയ അശുദ്ധിക്കാർ? ഉത്തരം: കുളി നിർബന്ധമായവരാണ് വലിയ അശുദ്ധിക്കാർ. ഇന്ദ്രിയം സ്ഖലിക്കുക, സംഭോഗം ചെയ്യുക, ഹൈൽ ഉണ്ടാവുക, നിഫാസ് ഉണ്ടാവുക എന്നിവയിൽ ഒന്ന് ഉണ്ടായാൽ അവർ വലിയ അശുദ്ധിക്കാരാണ്. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നക്തുബ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ അതുപോലെ തന്നെ എടുത്ത് ആ കൊടുത്തിരിക്കുന്ന വരികളിൽ എഴുതണം. അസ്സലാത്ത്, അത്തവാഫ്, അസ്സുജൂദ്, ഖുത്ബത്തുൽ ജുമുഅ, മസ്സുൽ മുസ്ഹഫ്, ഖിറാഅത്തുൽ ഖുർആൻ, അസ്സൗം, അൽ ജനാബ, അൽ മക്സു ഫിൽ മസ്ജിദ്. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നസിൽ. യോജിച്ചവ പരസ്പരം ചേർക്കാനുള്ളതാണ്. 1
ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകും. 2 ജനാബത്തുള്ളവർക്ക് ഹറാമാകും. 3 ഹൈല നിഫാസ് ഉള്ളവർക്ക് ഹറാമാകും. ഇപ്പുറത്ത് നോക്കൂ. എ പള്ളിയിൽ താമസിക്കൽ, ബി നോമ്പ്, സി നിസ്കാരം. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിന്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 1 ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകും. ശരി ഉത്തരം സി നിസ്കാരം. 2 ജനാബത്തുള്ളവർക്ക് ഹറാമാകും. ശരി ഉത്തരം എ പള്ളിയിൽ താമസിക്കൽ. 3 ഹൈല നിഫാസ് ഉള്ളവർക്ക് ഹറാമാകും. ശരി ഉത്തരം ബി നോമ്പ്. സി എ ബി. ഈ പാഠവും ഈ പാഠത്തിലെ തദ്രീബാത്തും കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.